Hello, welcome to a new class of chemistry. ഇലക്ട്രോകെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ലിഥിയം അയോൺ സെൽ. എല്ലാ തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് ലിഥിയം അയോൺ സെല്ല്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷനാണ്. സോ ടൈപ്സ് ഓഫ് സെൽസ് ആണ് ആദ്യം. കൊമേഴ്ഷ്യൽ സെൽസ് നമുക്കറിയാം ഇലക്ട്രിക്കൽ എനർജിയുടെ സോഴ്സ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ആ സെല്ലുകൾ പ്രൈമറി സെല്ലും ഉണ്ട്, സെക്കൻഡറി സെല്ലും ഉണ്ട്. പ്രൈമറി സെൽസ് എന്താണ്? സെൽ റിയാക്ഷൻസ് cannot be reversed, so it cannot be recharged. നമുക്കറിയാം രണ്ട് തരത്തിലുള്ള സെല്ലുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ഒന്ന് റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെല്ലും മറ്റേത് റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ലും. ക്ലോക്കിന്റെ വാച്ചിന്റെ ഒക്കെ ബാറ്ററി തീർന്നാൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ബാറ്ററി തീരുക എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? അത് വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റില്ല, നമുക്കത് കളയാനേ പറ്റുള്ളൂ. അത്തരത്തിലുള്ള സെല്ലുകളാണ് പ്രൈമറി സെല്ലുകൾ. സെൽ റിയാക്ഷൻസ് cannot be reversed. സെൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവയെ നമുക്ക് വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റാത്തത്. ഡാനിയൽ സെല്ല്, വെസ്റ്റേൺ കാഡ്മിയം സെല്ലൊക്കെയാണ് എക്സാമ്പിൾ. അപ്പോൾ ഡാനിയൽ സെല്ലിലൊക്കെ എങ്ങനെയാണ് ഇലക്ട്രോകെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി അല്ലെങ്കിൽ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അത് തീർന്നു കഴിയുമ്പോൾ ആ ഒരു കെമിക്കൽ എനർജി കെമിക്കൽ റിയാക്ഷന്റെ ആ ഒരു പ്രോസസ്സിന്റെ സബ്സ്റ്റൻസ് എല്ലാം തീർന്നു കഴിയുമ്പോൾ പിന്നെ ആ ബാറ്ററി നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി അപ്പോൾ സെക്കൻഡറി സെൽസ് എങ്ങനെയായിരിക്കും? സെൽ റിയാക്ഷൻ ക്യാൻ ബി റിവേഴ്സ്ഡ്. സെൽ റിയാക്ഷൻ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ആ സെല്ല് ഇലക്ട്രോകെമിക്കൽ സെല്ലായിട്ട് പ്രവർത്തിക്കും, അതുപോലെ തന്നെ ഇലക്ട്രോലിറ്റിക് സെല്ലായിട്ട് പ്രവർത്തിക്കും. കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ ഇലക്ട്രിസിറ്റി വഴി കെമിക്കൽ റിയാക്ഷനും പ്രൊഡ്യൂസ് ചെയ്യും. ഇത്തരത്തിൽ രണ്ട് റിയാക്ഷനും നടത്താവുന്ന ടൈപ്പ് സെൽസ് ആണ് സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്. ആ സെല്ലിലെ റിയാക്ഷൻസ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവ നമുക്ക് വീണ്ടും വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓക്കെ, എക്സാമ്പിൾ ലിഥിയം അയൺ സെല്ല്, ലെഡ് സ്റ്റോറേജ് ബാറ്ററി, നിക്കൽ കാഡ്മിയം ബാറ്ററി ഒക്കെ. നമ്മുടെ മൊബൈലിലും കമ്പ്യൂട്ടറുകളിലും ഒക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററി എങ്ങനെയാണ്? റീചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയാണ് അല്ലേ? അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ഇതിന്റെ ബാറ്ററി മാറാനേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ അല്ലേ? പക്ഷേ ഇതെങ്ങനെയാണ്? റീചാർജ് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ കറണ്ട് യൂസ് ചെയ്ത് കെമിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് കെമിക്കൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ രണ്ട് റിയാക്ഷൻസും ചാർജിങ് ആൻഡ് റീചാർജിങ് പ്രൊസീജിയറിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സെക്കൻഡറി സെല്ലുകൾ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. സെക്കൻഡറി സെല്ലിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ലിഥിയം അയൺ സെൽ. നമുക്ക് പരിചയമുള്ള സെല്ല് തന്നെയാണ്. റീചാർജബിൾ ബാറ്ററിയാണ്. ഇവിടെ ലിഥിയം അയോൺസ് ആനോഡിനും കാഥോഡിനും എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് പ്രോസസ്സിൽ ലിഥിയം അയോൺസ് ആണ് മൂവ് ചെയ്യുന്നത്. മറ്റ് ബാറ്ററികളെക്കാളും കുറച്ചും കൂടി പോപ്പുലർ ആണ്, കാരണം ഇതിന്റെ നെഗറ്റീവ് വാല്യൂ ഓഫ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഹൈ ആണ്. അതുപോലെ തന്നെ അറ്റോമിക് മാസ് കുറവാണ്, അതുകൊണ്ട് മാസും കുറച്ച് കുറവായിരിക്കും. ദെൻ ഇതിന്റെ കൺസ്ട്രക്ഷൻ: ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്, സെപ്പറേറ്റർ ഉണ്ട്, ഇലക്ട്രോലൈറ്റ് ഉണ്ട്, കറണ്ട് കളക്ടേഴ്സ് ഉണ്ട്, ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. ഇതാണ് നമ്മുടെ ലിഥിയം അയൺ സെല്ല്. ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്, ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും. ദെൻ എന്താ ഉള്ളത്? സെപ്പറേറ്റർ ഉണ്ട്. സെപ്പറേറ്റർ എന്താണ്? ആനോഡിനെ കാഥോഡിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി, അവ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെപ്പറേറ്റർ. ദെൻ ഇലക്ട്രോലൈറ്റ്, ലിക്വിഡ് ജെല്ല്, ലിഥിയം അയോൺസിനെ ക്യാരി ചെയ്യുന്ന ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ദെൻ കറണ്ട് കളക്ടേഴ്സ് ഉണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കളക്ടേഴ്സ് ഉണ്ട്, ബാറ്ററിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളത്. ദെൻ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്, ഇന്റഗ്രേറ്റഡ് കൺട്രോൾ സിസ്റ്റം ദാറ്റ് ഒപ്റ്റിമൈസസ് ബാറ്ററീസ് പെർഫോമൻസ് ആൻഡ് എക്സ്റ്റെൻസ് ഇറ്റ് സർവീസ് ലൈഫ്. അപ്പൊ മെയിൻ ആയിട്ടുള്ളത് ആനോഡ്, കാഥോഡും ഇലക്ട്രോലൈറ്റും ആണ്. ഓക്കെ, അപ്പൊ ആനോഡായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? യൂഷ്വലി മെയ്ഡ് ഓഫ് ഗ്രാഫൈറ്റ്. ആനോഡ് ഗ്രാഫൈറ്റ് വെച്ചാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. കാഥോഡ് പോസിറ്റീവ് ഇലക്ട്രോഡ് ആണ്, മെയ്ഡ് ഓഫ് നിക്കൽ, മാംഗനീസ് ആൻഡ് കൊബാൾട്ട് ഓക്സൈഡ്സ്. ദെൻ കറണ്ട് കളക്ടേഴ്സ്, ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം. ഇത്രയാണ് നമ്മുടെ ലിഥിയം അയൺ ബാറ്ററിയുടെ ഒരു കൺസ്ട്രക്ഷൻ. ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റും മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ലിഥിയം അയൺ ബാറ്ററിയിൽ ആനോഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ നെഗറ്റീവ് ഇലക്ട്രോഡ് ആണെങ്കിൽ ആനോഡ് എന്തായിട്ടാണ് പ്രവർത്തിക്കുക? നമുക്കറിയാം ആനയോൺ നെഗറ്റീവും ആനോഡ് പോസിറ്റീവ് എന്നാണ് നമ്മൾ ജനറലി പഠിച്ചിട്ടുള്ളത്. പിന്നെ ആനോഡ് നെഗറ്റീവ് ആവുന്ന എപ്പോഴാണ്? അത് ഗാൽവാനിക് സെല്ലാവുമ്പോഴാണ് അല്ലെ? ഇലക്ട്രോകെമിക്കൽ സെല്ലാവുമ്പോൾ, അതായത് കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുകയാണെങ്കിൽ ആനോഡ് എന്തായിട്ട് പ്രവർത്തിക്കും? നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് പ്രവർത്തിക്കും. കാഥോഡ് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് പ്രവർത്തിക്കും. ഇനി ലിഥിയം അയൺ സെല്ല് വന്നാലും നമുക്ക് വരയ്ക്കാൻ പാകത്തിനുള്ളൊരു പിക്ചറാണിത്. ലിഥിയം അയോൺസ് മൂവ് ചെയ്യുന്നു. കാഥോഡ് ഗ്രാഫൈറ്റ് ആണ്, ആനോഡ് ലിഥിയം കാർബണേറ്റ് ആണ്. ദെൻ ലിഥിയം അയൺ ബാറ്ററി ഉണ്ട്. ഓക്കെ, ആനോഡ് ഗ്രാഫൈറ്റ്, കാഥോഡ് നിക്കൽ, മാംഗനീസ്, കൊബാൾട്ട് ഓക്സൈഡ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് കൊബാൾട്ട് ഓക്സൈഡ് ആണ്,
CO ഇത് കൊബാൾട്ട് ആണ്, കൊബാൾട്ട് ഓക്സൈഡ്. ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ് ആണ് നമ്മുടെ ആനോഡായിട്ട് പ്രവർത്തിക്കുന്നത്. കാഥോഡായിട്ട് ഗ്രാഫൈറ്റ് പ്രവർത്തിക്കുന്നു. ലിഥിയം അയൺ ബാറ്ററി ഉണ്ട്. ദെൻ ആനോഡിനും കാഥോഡിനും എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ലിഥിയം അയോൺസ് മൂവ് ചെയ്യുന്നു. നടുക്ക് ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ആനോഡിനെയും കാഥോഡിനെയും സെപ്പറേറ്റ് ചെയ്യാൻ ഒരു സെപ്പറേറ്ററും ഉണ്ട്. ഓക്കെ, ഇനി ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലിഥിയം അയോൺസ് കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് മൂവ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ലിഥിയം അയോൺസ് ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് മൂവ് ചെയ്യും. ഇത് ഒന്ന് ഓർത്തിരിക്കുക. ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചാർജിങ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി കിട്ടുക ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇലക്ട്രിക്കൽ എനർജി കിട്ടുമ്പോൾ അയോൺസ് കാഥോഡിൽ നിന്നും ആനോഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഏത് അയോൺസ്? ലിഥിയം അയോൺസ്. ഇനി ഡിസ്ചാർജിങ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ചാർജ് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ഈ ബാറ്ററി യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? ഫോണൊന്നും ചാർജ് ചെയ്യാതിരിക്കുന്ന അവസ്ഥ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ലിഥിയം അയോൺസ് ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ലിഥിയം അയോൺസിന്റെ മൂവ്മെന്റ് കൊണ്ട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവുന്നുണ്ട് ആനോഡിൽ. അതാണ് അവിടെ ഒരു ഇലക്ട്രിക്കൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രിക്കൽ കറണ്ട് ആ ഒരു ഡിവൈസിൽ കൂടി പാസ് ചെയ്യും. ദെൻ ചാർജിങ് നടക്കുമ്പോൾ സെല്ല് ഇലക്ട്രോളിറ്റിക് സെല്ലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇലക്ട്രോളിറ്റിക് സെൽ എന്താണെന്ന് നമുക്കറിയാം. ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ചാർജിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കറണ്ടിൽ ചാർജ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഡിസ്ചാർജിങ് നടക്കുമ്പോൾ നമ്മൾ കറണ്ടുമായിട്ടൊന്നും കണക്ട് ചെയ്തിട്ടില്ലല്ലോ. ഇപ്പം നമുക്ക് ചാർജ് കിട്ടുകയാണ് ചെയ്യേണ്ടത്. ആ സമയത്ത് എന്താണ്? ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ചാർജിങ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആക്കി മാറുന്നു. ഇനി ഡിസ്ചാർജിങ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഇലക്ട്രിക്കൽ എനർജി ഒന്നും ഇല്ല അല്ലേ? അപ്പൊ പിന്നെ ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി വെച്ചിട്ട് കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഒറ്റ കാര്യം ഓർത്താൽ മതി. ഒരു മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിസിറ്റി കിട്ടുന്നു. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുവാണല്ലോ ചെയ്യുന്നത്. ഡിസ്ചാർജിങ് എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്താൽ മതി. ഓക്കെ, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി ആപ്ലിക്കേഷൻസ് നോട്ട്ബുക്ക് കമ്പ്യൂട്ടേഴ്സിൽ, മൊബൈൽ ഫോണിൽ, ഇലക്ട്രോണിക് ഡിവൈസസിലൊക്കെ നമുക്ക് ഈ ലിഥിയം അയൺ സെൽ യൂസ് ചെയ്യാൻ പറ്റും. സ്മോൾ ഡിജിറ്റൽ മ്യൂസിക് ഡിവൈസസിൽ, MP3 പ്ലെയറുകളിൽ, ഡിജിറ്റൽ ക്യാമറ, ലാപ്ടോപ്പിലൊക്കെ നമ്മുടെ ലിഥിയം അയൺ സെൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ലിഥിയം അയൺ സെൽസ് എന്താണ്? സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾ ആണ്. അതായത് റീചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. റിവേഴ്സിബിൾ ആണ്. അപ്പൊ പ്രൈമറി സെൽസ് എങ്ങനെയാണ്? അവ റീചാർജ് ചെയ്യാൻ പറ്റില്ല, യൂസ് ആൻഡ് ത്രോ ആണ്. സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ലിഥിയം അയൺ സെല്ല്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്. ആനോഡായിട്ട് എന്താ ഉപയോഗിക്കുന്നത്? ഗ്രാഫൈറ്റ് ആണ്. കാഥോഡായിട്ട് ഉപയോഗിക്കുന്നത് കൊബാൾട്ട് ഓക്സൈഡുകൾ, നിക്കൽ, മാംഗനീസ് ഒക്കെ പോലെയുള്ള മെറ്റൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇലക്ട്രോലൈറ്റ് ഉണ്ട്. അപ്പോൾ ലിഥിയം അയോൺസ് ആനോഡിനും കാഥോഡിനും എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. എവിടെ നിന്ന് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും അനുസരിച്ചിരിക്കും. ചാർജിങ് ആകുമ്പോൾ എന്താ നടക്കുന്നത്? ചാർജിങ്ങിൽ കാഥോഡിൽ നിന്ന് ആനോഡിലേക്കാണ് ലിഥിയം അയോൺസ് മൂവ് ചെയ്യുന്നത്. ഇനി ഡിസ്ചാർജിങ് ആവുമ്പോൾ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ലിഥിയം അയോൺസ് മൂവ് ചെയ്യും. അപ്പോൾ ഈ ഒരു മൂവ്മെന്റ് കൊണ്ട് എന്തുണ്ടാവുന്നുണ്ട്? അവിടെ ഒരു ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ഇനി നമ്മുടെ ലിഥിയം അയൺ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് പ്രവർത്തിക്കുക? ചാർജ് ചെയ്യുമ്പോൾ ഇലക്ട്രോളിറ്റിക് സെല്ലായിട്ട് പ്രവർത്തിക്കുന്നു. വേർ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. ഇനി ഡിസ്ചാർജിങ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതൊരു ഗാൽവാനിക് സെല്ലായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഇത്രയാണ് ലിഥിയം അയൺ സെല്ല്. അപ്പൊ ലിഥിയം അയൺ സെല്ല് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിഗർ കൂടി ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ ശ്രദ്ധിക്കുക.